ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ഞാനിടുന്ന എല്ലാ വീഡിയോസും ഷോർട്സും ലൈവും എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, മൈദമാവ് എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റോ അപ്പക്കാരോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, പൊന്തി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ അതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ പഴം ഇവിടെ നല്ല പഴുത്ത പഴമാണ് കിട്ടിയിരിക്കുന്നത്, നല്ല മധുരമുള്ള പഴമാണ് കിട്ടിയിരിക്കുന്നത്, വലിയ വലുപ്പമൊന്നുമില്ല. അപ്പം പിന്നെന്താ, ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല, ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിൽ നമുക്കിത് ഓരോന്നും വറുത്ത് കോരിയിട്ടെടുക്കാം. മുൻപ് ഞാനൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതിൽ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കുഞ്ഞു വീഡിയോ ആണ്, അധികം ലെങ്ത് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മാവ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പൊന്തി വരുന്നുണ്ടെങ്കിൽ ചൂടായെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അളവ് കൂട്ടിയോ കുറച്ചോ ഇടും. ഇതിപ്പോൾ ലൈറ്റ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല മഞ്ഞ കളറൊന്നുമില്ല. അപ്പം ഇതിൽ അതുപോലെ തന്നെ നമ്മൾ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഇതിൽ വേറെ അറിയാനുള്ളതായിട്ടൊന്നുമില്ല. പിന്നെ ഇത് ആയി കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കൂടെ ഞാനൊരു കട്ടനും ഇട്ടിട്ടുണ്ട്. മോള് ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് തട്ടിക്കൂട്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, മീൻകറി വെക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കും. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, കുറച്ച് മധുരം അധികമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.